നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സുരക്ഷിത നഗരങ്ങളും സുരക്ഷിത ഗ്രാമങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ ബിയാൻകോ ഹാളിൽ നടന്ന സംസ്ഥാനതല സെമിനാർ വിഷൻ 2031 ദർശനരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ തിരൂരിൽ ഒരുങ്ങുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒക്ടോബർ 20 രാവിലെ 10 ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് തൊഴിലുറപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ആഭ്യന്തര വകുപ്പ് എല്ലാ ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷൻ തുടങ്ങുകയും പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം 11% ഉയർത്തുകയും ചെയ്യും. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയാൻ നിയമപ്രകാരം എല്ലാ സർക്കാർ ഓഫീസുകളിലും ആഭ്യന്തര സമിതികൾ രൂപീകരിച്ചു. സ്ത്രീകളുടെ മാനസിക, ശാരീരിക ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ, ദുരന്തമുഖത്ത് സ്ത്രീകളെ സജ്ജമാക്കുന്നതിന് ദുരന്ത നിവാരണ വകുപ്പുമായി സഹകരിച്ച് പരിശീലനം, എല്ലാ സ്കൂളുകളിലും ധീര സ്വയം പ്രതിരോധ സംവിധാനം, കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ച ഉറപ്പാക്കാൻ നടപടികൾ, കുട്ടി സൗഹൃദ വീടുകൾ, പാരന്റിംഗ് ക്ലിനിക്കുകൾ, സ്കൂൾ കൗൺസിലേഴ്സ്, ശാക്തീകരണം തുടങ്ങിയ പദ്ധതികളും വിഷൻ 2031 ഭാഗമായി നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇപ്പോൾ നിർഭയയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ സെൽഫ് ഡിഫൻസ് പോലീസ് സേനാംഗങ്ങളെ ട്രെയിൻ ചെയ്തത് പറഞ്ഞു. അതുപോലെ ധീര സ്കൂളുകളുടെ എല്ലാ സ്കൂളുകളിലും ധീര നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയണം. സെൽഫ് ഡിഫൻസ് ആണ്, ബിൽഡിംഗ് അപ്പ് കോൺഫിഡൻസ്. അത് ഒരു ജീവിതത്തെ നേരിടാൻ, വെല്ലുവിളികളെ നേരിടാൻ, പ്രതിസന്ധികളെ നേരിടാൻ പെൺകുട്ടികളിൽ, കുട്ടികളിൽ, സ്ത്രീകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ധീര നമുക്ക് എല്ലാ സ്കൂളുകളിലും അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ബാക്കി പോയിന്റ്സിലേക്ക് സമയപരിധി മൂലം പോകുന്നില്ല. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിഷയങ്ങളിൽ ഇവിടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഇതിനോടകം ഒരു ബാലസുരക്ഷിത കേരളം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വളരെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് വളരെ വിശദമായ ചർച്ച നടത്തി പൊതുസമൂഹത്തിലുള്ളവരുമായിട്ട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ഇത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമുക്ക് സാധ്യമാകുന്നതല്ല. പക്ഷെ 2031 ആകുമ്പോഴേക്കും കേരളം ബാലസുരക്ഷിത കേരളമായിരിക്കണം. കുറുക്കോളി മൊയ്തീൻ MLA സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് വകുപ്പിന്റെ കഴിഞ്ഞ ദശകത്തിലെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു. വനിതാ ശാക്തീകരണം, തൊഴിൽ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി, സ്ത്രീ സൗഹൃദ കേരളം എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി, ബാലസുരക്ഷാ കേരളം എന്ന വിഷയത്തിൽ ബാലഗോപാൽ IAS, ശിശുവികസനം കേരള മാതൃക 2031 എന്ന വിഷയത്തിൽ മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം മൃദുൽ ഈപ്പൻ എന്നിവരും ക്ലാസുകളെടുത്തു. വെട്ട ന്യൂസ് തിരൂർ.